ആദർശ് നോക്കുമ്പം അനി ആകെപ്പാട് ഡള്ളായിട്ട് അവിടെ ഇങ്ങനെ ഇരിക്കുകയാണ്. ഈ സമയത്ത് ആദർശ് ചോദിക്കുകയാണ്, എന്താ അനി ഇത്, കല്യാണക്കുറി വരെ അടിച്ചു തുടങ്ങി, ഇപ്പോഴും നീ മൂഡ് ഓഫ് ആയിട്ട് ഇരിക്കുകയാണോ? നീ തന്നെയല്ലേ അനാമികയെ സെലക്ട് ചെയ്തത്, പിന്നെ ഇപ്പം നിനക്ക് കല്യാണമൊക്കെ വേണമെന്ന് പറഞ്ഞാൽ എന്താ ചെയ്യാന്ന് ചോദിക്കുന്നുണ്ട്. അനി പറയാണ്, ഏട്ടാ കല്യാണം ഇപ്പോൾ വേണമെന്ന് ആരോടെങ്കിലും ഞാൻ പറഞ്ഞോ? അനാമിക ഇഷ്ടമാണെന്ന് നിങ്ങളുടെ ആരോടെങ്കിലും ഞാൻ പറഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ, എടാ നീയല്ലേ അവളെ ഇങ്ങോട്ട് കൊണ്ടുവന്നത്, നിന്റെ ബിഹേവിയർ കണ്ടപ്പോഴും ഞാൻ കാണാൻ തോന്നി എന്ന് പറയുന്നുണ്ട്. എൻ്റെ കവിതകളെ സ്നേഹിക്കുന്ന ആരാധിക്കുന്ന ഒരു ആരാധിക ഉണ്ടെന്ന് അറിഞ്ഞപ്പോൾ എനിക്കൊരു സന്തോഷം ഉണ്ടായി, അവളെ കണ്ടപ്പോൾ ഒരു അഫെക്ഷൻ ഉണ്ടായെന്നുള്ളത് ശരിയാണ്. പക്ഷേ ഞാൻ മനസ്സുകൊണ്ട് ഒരിക്കൽ പോലും അനാമികനെ അങ്ങനെ ചിന്തിച്ചിട്ടില്ല. എൻ്റെ ഭാര്യ എന്ന് പറയുമ്പോൾ എനിക്ക് കുറേ സങ്കല്പങ്ങളൊക്കെ ഇല്ലേ ഏട്ടാ, അതൊന്നുമില്ലാതെ എല്ലാവരും കൂടി പെട്ടെന്ന് എന്നെ ഒരു കുഴിയിലേക്ക് തള്ളിവിടാൻ ശ്രമിക്കുകയാണെന്നൊക്കെ പറയുമ്പോൾ ആദർശ് പറയാണ്, അങ്ങനെയൊന്നുമില്ല, അനാമിക നല്ല കുട്ടിയാ, അവളുടെ കുടുംബവും നല്ല കുടുംബം തന്നെയാ, ഒറ്റ മോളല്ലേ, കൊഞ്ചിച്ച് വശലാക്കിയതായ ചെറിയ പ്രശ്നങ്ങളൊക്കെ കാണും, അതൊക്കെ നീ അഡ്ജസ്റ്റ് ചെയ്താൽ മതി, എന്തായാലും നിന്റെ ഏട്ടത്തിമാരെക്കാട്ടിലൊക്കെ നല്ലതായിരിക്കും എന്ന് പറയുമ്പോൾ ആദർശേട്ടൻ ആ പറഞ്ഞതിൽ ഒരു കാര്യമില്ല, എന്നെ നയനേട്ടത്തിയെ പോലെ ഒരിക്കലും അല്ല അനാമിക എന്ന് പറയുന്നുണ്ട്. പിന്നെ നിന്റെ മനസ്സിലുള്ളത് ആരാന്ന് ഞാൻ ചോദിക്കുന്നില്ല, എന്തായാലും അവളെ മര്യാദയ്ക്ക് മനസ്സിൽ നിന്ന് കളഞ്ഞോ, നിനക്കതായിരിക്കും നല്ലതെന്ന് ആദർശ് പറയുമ്പോൾ, കണ്ടോ ഇതാ ഞാൻ പറഞ്ഞത്, എൻ്റെ ഭാഗം കേൾക്കാനും എൻ്റെ മനസ്സ് കാണാനും ആരുമില്ല, ആ പെൺകുട്ടിയെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, പക്ഷേ ഒരിക്കലും ഞങ്ങളുടെ കല്യാണം നടക്കാൻ പോകുന്നില്ലെന്നും എനിക്കറിയാം, എൻ്റെ മനസ്സിൽ നിന്ന് അവളെ പറിച്ചിട്ട് എനിക്ക് സാധിക്കുന്നില്ല ആദർശേട്ടാന്ന് പറയുന്നുണ്ട്. സാധിച്ചേ പറ്റുള്ളൂ മോനെ, കാരണം മുത്തശ്ശൻ്റെ അവസ്ഥ നിനക്കറിയാലോ, നമ്മുടെ മുത്തശ്ശനാ പോയിട്ട് അവർക്ക് വാക്ക് കൊടുത്തത് ഈ കല്യാണം നടത്തിക്കോളാന്ന് പറഞ്ഞിട്ട്, പക്ഷെങ്കിൽ അന്ന് നിനക്കൊരു വാക്ക് പറയായിരുന്നു ഈ കല്യാണം ഇഷ്ടമില്ലാന്ന്, എങ്കിൽ പിന്നെ അന്ന് തന്നെ ഈ പ്രശ്നമൊന്നും ഇല്ലാതെ അതങ്ങ് മാറിപ്പോയേനെ. പക്ഷെ മുത്തശ്ശൻ പോയിട്ട് ഇന്ന തീയതിക്ക് കല്യാണം നടക്കുമെന്ന് അവർക്ക് വാക്കും കൊടുത്തതിന് ശേഷം ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ എവിടുത്തെ ന്യായമാണ് എന്ന് ചോദിക്കുന്നുണ്ട്. അന്ന് എനിക്ക് ആരോടും ഒന്നും പറയാൻ സാധിച്ചില്ല, എല്ലാവരും പെട്ടെന്ന് തീരുമാനിച്ച് പെട്ടെന്ന് പോകാലായിരുന്നോ, ഈ സമയത്ത് ഞാൻ ആരോട് എന്ത് പറയാൻ ആദർശിട്ടാന്ന് ചോദിക്കുന്നുണ്ട്. അതൊന്നും പറഞ്ഞിട്ട് യാതൊരു കാര്യമില്ല, നീ തന്നെ വരുത്തി വെച്ചതല്ലേ, അതുകൊണ്ട് മിണ്ടാതെ കല്യാണത്തിന് സമ്മതിച്ചു എന്ന് പറയുന്നുണ്ട്. വീണ്ടും അവനോട് ടെൻഷൻ അടിച്ചിങ്ങനെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ആദർശ് ഇങ്ങനെ സ്റ്റെയർ കയറി പോകുമ്പോഴെല്ലാം തന്നെ അവനിങ്ങനെ നോക്കിക്കൊണ്ടാണ് പോകുന്നത്. അങ്ങനെ അവൻ മുറിയിൽ പോയി എന്നിട്ട് ആലോചിക്കുകയാണ്, അവൻ്റെ മനസ്സിലുള്ള ആ പെൺകുട്ടി ആരായിരിക്കും, അവനെ കല്യാണം ഒരിക്കലും നടക്കില്ല എന്ന് പറയുന്നുണ്ട്. അത്രമാത്രം ആ ഒരു പെൺകുട്ടി ആരാ, അവൻ്റെ മനസ്സിനെ ഇത്രമാത്രം കീഴ്പ്പെടുത്തിയത് ആരായിരിക്കും? ഇന്നേ വരെ ഒരു പ്രണയത്തിനെ കുറിച്ചോ മറ്റൊന്നും അവൻ ഇങ്ങനെ സംസാരിച്ചിട്ടേ ഇല്ല. കളിച്ച് ചിരിച്ച് നടന്നുകൊണ്ടിരുന്ന ചെറുക്കനാ പെട്ടെന്നല്ലേ അവൻ ഓഫായി പോയത് എന്നൊക്കെ ഞാൻ മനസ്സിലാലോചിക്കുന്നുണ്ട്. അപ്പോഴേക്കും നയൻ അങ്ങോട്ടേക്ക് കയറി വരുന്നുണ്ട്. നയനോട് ആദർശ് ചോദിക്കുകയാണ്, അനിയുടെ മനസ്സിലുള്ള ആ പെൺകുട്ടി ആരാണെന്ന് നിങ്ങൾ പറഞ്ഞെന്ന് ചോദിക്കുമ്പോഴേക്കും നയന പറയുന്നുണ്ട്, അവൻ എന്നോട് പറഞ്ഞു ഞാൻ ആ പെൺകുട്ടി ആരാണെന്ന് പറഞ്ഞാൽ ആ കല്യാണം നടത്തി തരുമോ എന്നോട് ചോദിച്ചു. ഞാൻ പറഞ്ഞു പറ്റില്ല, അങ്ങനെയാണെങ്കിൽ നീ പെൺകുട്ടിയുടെ പേര് എന്നോട് പറയാൻ വേണ്ടെന്ന് പറഞ്ഞു. അപ്പോഴേക്കും അതുകൊണ്ട് അവനോട് പറഞ്ഞില്ല എന്ന് പറയുന്നുണ്ട്. ആദർശ് പറയാണ്, അനിയോട് ഞാനിപ്പോൾ ചോദിച്ചിട്ട് അവൻ പറഞ്ഞില്ല, ഒരിക്കലും ആ കല്യാണം നടക്കില്ലെന്ന് മാത്രമേ പറഞ്ഞുള്ളൂ, അതുകൊണ്ടാണ് നിന്നോട് ചോദിച്ചതെന്ന് പറയുന്നുണ്ട്. നയന പറയാണ്, എന്തായാലും ആ പെൺകുട്ടി അവനെ ഭയങ്കര ഇഷ്ടമാണ്, അവൻ പറഞ്ഞത് ആ പെൺകുട്ടിയോട് അവനോ ആ പെൺകുട്ടി ഇവനോടോ ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ടില്ല, രണ്ടുപേരെ മനസ്സുകൊണ്ടാണ് പ്രണയിക്കുന്നതെന്നും ആ പെൺകുട്ടിക്ക് ഇവനെ ഭയങ്കര ഇഷ്ടമാണെന്ന് ഇവൻ അറിയാമെന്നും ഇവൻ ആ പെൺകുട്ടിയെ ജീവനാണെന്നും അവൻ പറഞ്ഞത്. അനാമികനെ അവൻ ഒരിക്കലും അങ്ങനെ കണ്ടിട്ടില്ല എന്നും അനാമികനെ അവന് ഇഷ്ടമില്ല എന്നും അവനോട് പറഞ്ഞെന്ന് പറയുന്നുണ്ട്. ആദർശ് പറയുന്നുണ്ട്, എന്നോട് അവൻ അങ്ങനെ തന്നെയാണ് പറഞ്ഞത്, പക്ഷെ ആ പെൺകുട്ടി ആരാണെന്ന് അറിയില്ലല്ലോ എന്ന് പറയുമ്പം നയന പറയാണ്, അതെന്തായാലും അറിയാതിരിക്കുന്ന ആദർശത്തെ നല്ലത്, അറിഞ്ഞാൽ പിന്നെ നമുക്ക് ഒരു വിഷമമായിരിക്കും, എങ്ങനെയെങ്കിലും അത് നടത്തിക്കൊള്ളണം നമ്മുടെ മനസ്സ് തോന്നിക്കുകയല്ലേ, അതുകൊണ്ട് നമ്മൾ അതിനെക്കുറിച്ച് ഒന്നും മൈൻഡ് ചെയ്യേണ്ട എന്ന് നയന പറയുന്നുണ്ട്. ഇപ്പം നമുക്ക് ആവശ്യം മുത്തശ്ശൻ്റെ അസുഖം മാറുക എന്നുള്ളതാണ്, മുത്തശ്ശന് സന്തോഷം കൊടുക്കുന്ന എന്ത് കാര്യം വേണമെങ്കിലും ചെയ്തു കൊടുക്കണമെന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴേക്കും ആദർശ് പറയാണ്, ശരിയാ, പണ്ട് ഇതുപോലെ മുത്തശ്ശനെ സന്തോഷിപ്പിക്കാൻ നോക്കിയതാ, ഞാനിങ്ങനെ വന്ന് പെട്ടു നിൽക്കുന്നതെന്ന് പറയുമ്പോഴേക്കും നയന വന്നിട്ട് ചോദിക്കുകയാണ്, അതെ എന്നെ കിട്ടിയിട്ട് നിങ്ങൾക്ക് പ്രത്യേകിച്ച് കുഴപ്പമൊന്നും ഉണ്ടായില്ലോ, ശരിയാ കുറച്ച് ക്യാഷിൻ്റെ കുറവുണ്ടായി, കാരണം വേറെ ഏതെങ്കിലും പെമ്പിള്ളേരാണെങ്കിൽ കുറേ ക്യാഷ് കിട്ടിയാനേ, അത് ശരിയാ, പിന്നെ നിങ്ങൾ കെട്ടാൻ നോക്കിയതും എൻ്റെ നവേച്ചിനെ അല്ലേ, നവേച്ചിനെ കിട്ടിയിരുന്നാലും ഇതൊക്കെ തന്നെയായിരുന്നു അവസ്ഥ, ക്യാഷൊന്നും എൻ്റെ വീട്ടിൽ നിന്ന് കിട്ടാൻ പോകുന്നില്ല എന്ന് പറയുന്നുണ്ട് കേട്ടോ. പിന്നെ ആദർശോടെ സ്നേഹിച്ച ഒരാളെ കല്യാണം കഴിക്കുക എന്നുള്ളൊരു ഒറ്റ ബെനിഫിറ്റ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്ന് പറയുന്നുണ്ട് കേട്ടോ. എന്നാൽ ഇവിടെ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ ചേച്ചി പറഞ്ഞെല്ലാം കള്ളവെന്ന് അറിയുമ്പോഴേക്കും ആദർശേട്ടൻ എന്നെപ്പോലെ എൻ്റെ ചേച്ചിനെ വെറുത്തേനെ, ഇതിലും ഭേദം അത് തന്നെയാ എന്നൊക്കെ പറഞ്ഞ് നയന ഇങ്ങനെ നിൽക്കുന്നുണ്ട് കേട്ടോ കളിയാക്കിക്കൊണ്ട്. ആദർശ് പതിയെ റൂമിൽ നിന്നും ഇറങ്ങിപ്പോകുന്നുണ്ട്. അങ്ങനെ ആനിയുടെ മുറിയിൽ പോയി നോക്കുകയാണ് എന്നോട് കാണുന്നുള്ളത്. അപ്പോൾ ആനി പതിയെ കിടന്ന് ഉറങ്ങുമായിരിക്കും. അവൻ്റെ ഡോറൊന്നും ലോക്ക് ചെയ്തിട്ടില്ല. പതിയെ ആദർശ് ഡോറ് തുറന്ന് അവൻ്റെ അടുത്തേക്ക് ചെല്ലുന്നുണ്ട്. എന്നിട്ട് ഇങ്ങനെ അവനോട് ഇങ്ങനെ ഉറക്കത്തിൽ കിടന്ന് അവനോട് ഇങ്ങനെ പറയുന്നുണ്ട്, മോൻ എന്നോട് ക്ഷമിക്കണം, എനിക്കറിയാം മോൻ്റെ മനസ്സിൽ ആരോ ഒരു പെൺകുട്ടി ഉണ്ടെന്ന്, അവളെ മോൻ ഒരുപാട് ഇഷ്ടമാണെന്നും അറിയാം,
ഒരിക്കലും അനാമികയുടെ ജീവിതത്തിൽ മോന് സപ്പോർട്ടിങ് അല്ലെന്നും അറിയാം. പക്ഷെ നമ്മുടെ മുത്തശ്ശനാണ് ഈ വീടിന് നെടുന്തോണ്. നമ്മുടെ മുത്തശ്ശൻ ഇല്ലാതായി കഴിഞ്ഞാൽ പിന്നെ ഈ അനന്തപുരം തന്നെ ഇല്ലാതായി പോവും. അതുകൊണ്ടാണ് മോനെ മുത്തശ്ശൻ്റെ അസുഖം എത്രയും പെട്ടെന്ന് മാറണമെങ്കിൽ മോൻ്റെ വിവാഹം ഉടനെ നടക്കണം. അതിലൊരു പ്രശ്നങ്ങൾ ഉണ്ടാകാൻ പാടില്ല. അതുകൊണ്ട് എന്നോട് ക്ഷമിക്കണം എന്നൊക്കെ ഇങ്ങനെ ആദർശ് പറയുന്നുണ്ട്. അപ്പോഴായിരിക്കും ആനിയുടെ ഫോൺ ഇങ്ങനെ പെണ്ണിൻ്റെ മെസ്സേജ് പോലെ വരുന്നത്. ഇതാരാ ഈ സമയത്ത് മെസ്സേജ് അയക്കുന്നതെന്ന് ഓർത്തിട്ട് അവനിങ്ങനെ ഫോൺ ലോക്ക് അടിക്കുന്നുണ്ട്. ലോക്ക് അടിക്കുമ്പോഴേക്കും അതിൽ ഒരു സിം മെസ്സേജ് തന്നെ ആയിരിക്കട്ടോ വരുന്നത്. പെട്ടെന്നായിരിക്കും ഈ വാൾപേപ്പറോ അവന് എടുത്തു വെച്ച ഫോട്ടോയോട് തന്നെ അവൻ സൈഡ് ലോക്കാക്കിയാണ് ഫോൺ ലോക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത്. അങ്ങനെ ആ ലോക്ക് അടിക്കുമ്പോഴേക്കും അവനത് കണ്ട് ഞെട്ടിപ്പോകുന്നുണ്ട്. കാരണം നന്ദുവിൻ്റെ ഫോട്ടോസാണ് അവൻ നോക്കിക്കൊണ്ടിരുന്നത്. അവൻ അങ്ങനെ നീക്കി നോക്കുമ്പം അവൻ്റെ ഗാലറിയിൽ മുഴുവനും നന്ദുവായിട്ടുള്ള ഫോട്ടോസാണ് കേട്ടോ. അങ്ങനെ നന്ദുവിനെ പലതവണ വിളിച്ചിരിക്കുന്നതും അവളെ കോള് കട്ടാക്കിയത് എന്നൊക്കെ കാണിക്കുന്നുണ്ട്. അങ്ങനെ വാട്സപ്പ് ചാറ്റിൽ നോക്കുമ്പോഴേക്കും നന്ദു അവനോട് സംസാരിച്ചിട്ടില്ല. എന്താ നന്ദു നിന്റെ വിഷമത്തിന്റെ കാരണം എന്താണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് രണ്ടുപേരും അങ്ങോട്ടും കൊണ്ട് ചോദിച്ചിട്ടുണ്ട്. എനിക്ക് കുഴപ്പമൊന്നുമില്ല നന്ദുവും പറയുന്നുണ്ട്. അങ്ങനെ പരസ്പരം അവർ തമ്മിൽ ഇഷ്ടത്തിലാണെന്നുള്ളൊരു കാര്യം ഒരു സൂചന ആദർശന് ലഭിക്കുന്നുണ്ട്. അങ്ങനെ ആദർശ് അവൻ്റെ ഫോണ് വീണ്ടും തുറന്നു നോക്കുമ്പോഴേക്കും ഇവള് ഈ നന്ദുവായിട്ടുള്ള ഒരുപാട് ഫോട്ടോസ് ഇവൻ്റെ കയ്യിൽ കാണുന്നുണ്ട് കേട്ടോ. അതുപോലെ തന്നെ ഇവൻ്റെ തലകാണിയുടെ കീഴിയായിട്ടും എന്തോ ഒന്നിങ്ങനെ ആദർശ് കാണുകയാണ്. അതിങ്ങനെ എടുത്ത് നോക്കുമ്പോഴേക്കും അതും നന്ദുവിൻ്റെ ഫോട്ടോ തന്നെ ആയിരിക്കും. അപ്പോഴേക്കും ആദർശ് ഒന്ന് ഞെട്ടിപ്പോകുന്നുണ്ട്. അങ്ങനെ അവൻ്റെ ടേബിളിൽ അവനൊരു കവിത പോലെ ഒരു പേപ്പറിൽ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ടായിരിക്കും. അതെന്താണെന്ന് ആദർശ് വായിച്ചു നോക്കുമ്പോഴേക്കും നന്ദുവിനെ കുറിച്ച് ഇങ്ങനെ പുകഴ്ത്തി അവളോടുള്ള പ്രണയത്തെക്കുറിച്ചൊക്കെ എഴുതിയിരിക്കുന്ന ഒരു കവിതയായിരിക്കും. അപ്പോൾ അത് കാണുമ്പോഴേക്കും ആദർശ് പൂർണ്ണമായും തകർന്നു പോവാണ്. അങ്ങനെ ഫോണും പേപ്പറും എല്ലാം യഥാസ്ഥാനത്ത് തന്നെ വെച്ചിട്ട് പതിയെ അവൻ്റെ മുറിയിൽ നിന്നും ഇറങ്ങുന്നുണ്ട്. ഡോർ അവനിങ്ങനെ അടച്ചിട്ട് പതിയെ അവൻ്റെ മുറിയിലേക്ക് പോവാണ്. മുറിയിൽ പോയിട്ട് ഒരു സമാധാനം ഇല്ലാതെ അവനോട് കിടക്കുന്നുണ്ട് കേട്ടോ. നയന പറയാണ്, എന്താ അങ്ങോട്ട് ഇപ്പോൾ തുള്ളിച്ചടി പോയ ആളാണല്ലോ, ഇപ്പം എന്ത് പറ്റി എന്താ എന്ന് ചോദിക്കുന്നുണ്ട്. എവിടെ നിങ്ങൾ പോയെന്ന് ചോദിക്കുമ്പോൾ ഒന്നുമില്ല, ഞാൻ ജസ്റ്റ് ഒന്ന് നടക്കാൻ പോയാന്നും പറഞ്ഞിട്ട് അവൻ കയറി കിടക്കുന്നുണ്ട്. എന്നിട്ട് പറയാണ്, നയന പറയുന്നുണ്ട്, എങ്കിലും അവൻ്റെ മനസ്സിലുള്ളത് ആരായിരിക്കും ആ പെൺകുട്ടി? എന്തായാലും ആ പെൺകുട്ടി ഭാഗ്യം ചെയ്താളാ. അനിയെപ്പോലെ ഒരാൾ സ്നേഹിക്കാന്ന് പറഞ്ഞാൽ അതൊരു വലിയ ഭാഗ്യം തന്നെയല്ലേ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോഴേക്കും ആദർശ് പറയാണ്, ആ പെൺകുട്ടി ശരിക്കും ഭാഗ്യമുള്ള പെൺകുട്ടി തന്നെയാണ്. അവനെ കെട്ടാൻ പറ്റാതെ പോയതിൽ ഒരുപക്ഷെ അവളെ കെട്ടിക്കൊണ്ട് അവനോട് വന്നാൽ ശരിക്കും എല്ലാവരുടെയും പോരെ ആ കുട്ടി അനുഭവിക്കേണ്ടി വരുമായിരിക്കും. അതുകൊണ്ട് ആ കല്യാണം നടക്കാൻ പാടില്ലെന്ന് അവൻ പറഞ്ഞെന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴേക്കും നയനെ പറയുന്നുണ്ട്, എന്തൊക്കെയായാലും വന്ന് കയറുന്ന ആളെ അവൻ പൊന്നു പോലെ നോക്കും, അവൻ അതുപോലെ സ്നേഹിക്കുമെന്ന് നയനെ പറയാണ്. ആദർശ് പറയുന്നുണ്ട്, അതൊക്കെ ശരിയായിരിക്കും, എന്തായാലും അവൻ്റെ മനസ്സൊക്കെ മാറിക്കോളും, അവൻ അനാമികനെ സ്നേഹിച്ചോളും. ഇനി അവൻ അതിനെക്കുറിച്ചൊക്കെ പറയാൻ വരാന്നുണ്ടെങ്കിൽ നീ പെട്ടെന്ന് ഒഴിഞ്ഞു മാറി പോയിക്കോണം എന്ന് പറയാണ്. ഞാൻ അല്ലേലും അവനോട് പറഞ്ഞിട്ടുണ്ട്, ആ ഒരു കേസുമായിട്ട് എൻ്റെ അടുത്തേക്ക് വരികയും വേണ്ട, നിങ്ങളുടെ അടുത്തേക്കും പോകണ്ട, മുത്തശ്ശൻ്റെ അടുത്തേക്ക് പോയി പോലും ചെയ്തേക്കരുന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടെന്ന് പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ ആദർശം തന്നെ അതിനെക്കുറിച്ച് ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് അവരൊരുമിച്ചൊരു കട്ടിലിൽ ഇങ്ങനെ കിടന്നുറങ്ങുന്നുണ്ട്. ഈ സമയത്താണല്ലോ നന്ദു ആണല്ലോ ഉറങ്ങിയിട്ട് പോലുമില്ല. അനിയുടെ ഫോൺ വരുന്നുണ്ടോയെന്നും അനിയുടെ ഫോട്ടോയൊക്കെ എടുത്ത് വെച്ച് നോക്കിക്കൊണ്ട് അവളിങ്ങനെ ആ ഫോണിൽ തന്നെ നോക്കിക്കൊണ്ട് ഇങ്ങനെ ഇരിക്കുന്നുണ്ട് ചാരി. അവനാണെങ്കിലും നന്ദുവിനെ തന്നെ കേട്ടോ സ്വപ്നം അങ്ങനെ കിടക്കുന്നതൊക്കെ. തമിഴ്, തെലുങ്ക്, ഹിന്ദി, ബംഗാളി വേർഷനൊക്കെ നമ്മൾ റെഫർ ചെയ്തിട്ടാണ് ഓരോ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ നിന്നൊക്കെ മലയാളത്തിലേക്ക് ചേഞ്ചസ് ഉണ്ടായേക്കാം. ഇതുപോലെ പറയാനുള്ള സ്റ്റോറീസ് ഒക്കെ നമ്മുടെ ചാനൽ ഡെയിലി അപ്ലോഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. മിസ്സാവാതിരിക്കാൻ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ആ ലൈക്ക് കൂടെ ഒന്ന് ഞെക്കി ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്സ് ഫോർ വാച്ചിങ്.